വെൽക്കം. തൈമനാണ്. മൈഗ്രെയിൻ തലവേദനയും അവയുടെ മരുന്നുകളും. സോ ഇവയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു രോഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അത് മാത്രം മരുന്നുകളെ കുറിച്ച് മാത്രമല്ല നമ്മൾ ആദ്യം പറയുക. ആദ്യം നമ്മൾ മൈഗ്രെയിൻ എന്താന്ന് പറയും. സോ ഫസ്റ്റ് വിൽ ഡിസ്ക്രൈബ് അബൌട്ട് മൈഗ്രെയിൻ. ദെൻ മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ, സൈൻസ് ആൻഡ് സിംറ്റംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകണം. ദെൻ മൈഗ്രെയിൻ എന്തുകൊണ്ടുണ്ടാകുന്നു, വൈ, കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് പത്തോഫിസിയോളജി ഭാഗം ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള അറിവ് എന്താണെന്ന് പറയാം. ദെൻ ഇതിനോടൊപ്പം തന്നെ മൈഗ്രെയിൻ ട്രിഗേഴ്സ് കൂടി നമുക്ക് പറയാം. സോ ട്രിഗേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ തടയാം, മൈഗ്രെയിൻ അറ്റാക്സ് ഒക്കെ എങ്ങനെ ലഘൂകരിക്കാം എന്ന് കൂടി നമുക്ക് മനസ്സിലാകും. ദെൻ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ തടയാനുള്ള മരുന്നുകളെ കുറിച്ച് അവിടെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനത് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിൻ, മൈഗ്രെയിന്റെ ട്രീറ്റ്മെന്റ്, മൈഗ്രെയിന്റെ ചികിത്സയെ കുറിച്ചിട്ട് കൂടി നമ്മൾ പറയും. സോ ചികിത്സ പറയുമ്പോൾ നമുക്ക് അവിടെ മരുന്നുകളെ കുറിച്ച് പറയാം. സോ അവിടെയാണ് കൂടുതൽ സ്യൂട്ടബിൾ. സോ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ലേ ഔട്ട്. മൈഗ്രെയിൻ ഒരു തലവേദനയാണ്, ഒരു ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആണ്. സോ പ്രൈമറി ഹെഡേക്കുകളിൽ ഏറ്റവും പ്രധാനം ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ആണ്. ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മൈഗ്രെയിൻ. സോ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ. സോ ഏറ്റവും കൂടുതലുള്ളത് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ഏറ്റവും സിവിയർ ഇതാണ്, മൈഗ്രെയിൻ ആണ്. സോ മൈഗ്രെയിനെ മലയാളത്തിൽ നമുക്ക് ചെന്നികുത്ത് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കുടുങ്ങി എന്നൊക്കെയാണ് പറയാം. സോ ഇതൊക്കെയാണ് മലയാളത്തിൽ അതിന്റെ പേര്. സോ മൈഗ്രെയിൻ ഇസ് എ ടൈപ്പ് ഓഫ് എപ്പിസോഡിക് ഹെഡേക്ക് ആണ് എന്ന് നമുക്ക് പറയാം. എപ്പിസോഡിക് ഹെഡേക്ക്. സോ മൈഗ്രെയിൻ തന്നെ വിവിധ തരമുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് മൈഗ്രെയിൻ വിത്ത് ഓറയാണ്. വിത്ത് ഓറ, ഇതാണ് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് നമ്മൾ പറയാം, ഏറ്റവും ക്ലാസിക്കൽ മൈഗ്രെയിൻ. ദെൻ രണ്ടാമത്തത് മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ, ഓറ ഇല്ലാത്തത്. ഇതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറയാണ് മോസ്റ്റ് കോമൺ മൈഗ്രെയിൻ. ദെൻ മൈഗ്രെയിൻ തന്നെ ഫാമിലിയിലൊക്കെ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ദെൻ മൈഗ്രെയിൻ തലവേദനയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂണിലാറ്ററൽ ആണ്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു സൈഡിലാണ്, തലയുടെ ഒരു വശത്ത് മാത്രമാണ്. ഇടത്താകാം അല്ലെങ്കിൽ വലത്താകാം, ഓർ ഓൺലി ടു ദ വൺ സൈഡ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രണ്ട്, ഇറ്റ് ഈസ് ത്രോബിംഗ് എന്നതിനെ വിളിക്കാം, ഓർ പൾസേറ്റിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ത്രോബിംഗ് ഓർ പൾസേറ്റിംഗ്, വിങ്ങി ഉള്ള വേദന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ത്രോബിംഗ് ആൻഡ് പൾസേറ്റിംഗ് ഹെഡേക്ക്. ദെൻ മൂന്നാമത്തത് ഇറ്റ്സ് ഓഫ് സിവിയർ ഇന്റൻസിറ്റി, നല്ല ശക്തമായ വേദനയാണ്, അതിശക്തമായ വേദനയാണ്. സോ ഈ മൂന്ന് കാര്യങ്ങളിലും എല്ലാത്തരം ഓറയുള്ളതായാലും ഓറ ഇല്ലാത്തതായാലും ഇത് കോമൺ ആണ്. സാധാരണ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് 4 മണിക്കൂർ മുതൽ 72 അവേഴ്സ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന തലവേദനയാണ് മൈഗ്രെയിനിൽ സാധാരണ രീതിയിൽ ഉണ്ടാവുക. സോ 4 മണിക്കൂർ താഴെയുള്ളതും 72 മണിക്കൂർ കൂടുതലുമുള്ളതും മറ്റ് തലവേദനകൾ ആയിരിക്കാം. തുടർച്ചയായിട്ടുണ്ടാകുന്നെങ്കിൽ വേറെ തലവേദനകളും ആയിരിക്കാം. അടുത്തത് മൈഗ്രെയിൻ വിത്ത് ഓറ ഓർ വിത്തൗട്ട് ഓറ ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞു. സോ മൈഗ്രെയിന്റെ ഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രോഡ്രോമൽ പീരീഡ് ആണ്. പ്രോഡ്രോമൽ പീരീഡ് എന്നാണ് ഈ ഘട്ടം, ആദ്യഘട്ടം നമ്മൾ പറയാം. ഇത് യഥാർത്ഥ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾ, അവേഴ്സ് ഓർ ഡേയ്സ്, ദിവസങ്ങൾക്ക് മുമ്പോ അവേഴ്സിന് മുമ്പോ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടമാണ്. സോ നിരവധി ലക്ഷണങ്ങൾ മൈഗ്രെയിന് മുമ്പ് ഇത് കാണിക്കും. സോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഇറിറ്റബിലിറ്റി ആണ്. ആൾ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. ദെൻ യാണിങ് എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് കോട്ടുവായിടുന്നതാണ് യാണിങ് എന്ന് പറയുന്നത്. ദെൻ സം ടൈപ്പ് ഓഫ് ഫുഡ് ക്രേവിങ്സ്, ചിലതരം ഫുഡുകൾ കഴിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള തോന്നലുകൾ ഉണ്ടായിരിക്കാം. ചിലതരം കോഗ്നിറ്റീവ് പ്രശ്നങ്ങൾ, ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അങ്ങനെ പ്രയാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ യൂഫോറിയ ആകാം. യൂഫോറിയ എന്താണെന്ന് ഞാൻ മോർഫിനൊക്കെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ദെൻ എഴുതാനും വായിക്കാനും ഒക്കെ വിഷമം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നൽ, ദെൻ ക്ഷീണം, സ്റ്റിഫ്നെസ് ഓഫ് മസിൽസിനൊരു കട്ടി, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, വെളിച്ചത്തോടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തുടങ്ങുക, ഓക്കാനം, ഛർദി, നൗസിയ, വോമിറ്റിംഗ്. സോ ഇങ്ങനെ പല, ഉറക്കം കുറയൽ, ഇങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള പ്രോഡ്രോമൽ പീരീഡ് സൈൻസ് പലർക്കും ഉണ്ടാകാം. പല ആൾക്കാർക്കും പലതരം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് പ്രോഡ്രോമൽ പീരീഡ്, ആദ്യത്തെ ഒരു പീരീഡ്. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് നമ്മൾ സ്റ്റേജ് ഓഫ് ഓറ എന്ന് പറയുന്നത്. സ്റ്റേജ് ഓഫ് ഓറ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഒരു 5 മിനിറ്റ് മുൻപ് ടു 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുൻപ് വരെ ഉണ്ടാകുന്ന ഘട്ടമാണ് ഈ സ്റ്റേജ് ഓഫ് ഓറ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും ഈ ഓറ ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഈ ഓറ തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്, അവിടുത്തെ പ്രശ്നം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. പലർക്കും പലതരം ഓറ
ഓറയായിരിക്കും ഉണ്ടാവുക. സോ ഓറ ഉള്ളതാണ് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതലുള്ളത് ഓറ ഇല്ലാത്ത ടൈപ്പാണ്. സോ നമുക്കറിയാം ഈ ഓറ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് മൈഗ്രെയിൻ തലവേദന, ശക്തമായ തലവേദന വരുന്നു എന്നതിന്റെ പ്രാരംഭ ലക്ഷണമാണ് ഈ ഓറ. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഓറ പ്രശ്നം വിഷ്വൽ ഡിസ്റ്റർബൻസ് ആണ്. വിഷ്വൽ ഡിസ്റ്റർബൻസ് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. സിൻഡിലേഷൻസ്, കണ്ണിൽ ചിലതരം പ്രകാശം ഒക്കെ അടിക്കുന്ന പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത്. താൽക്കാലികമായി കാഴ്ച മങ്ങൽ അല്ലെങ്കിൽ രണ്ടായി കാണൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. ദെൻ തലച്ചോറിന്റെ കണ്ണിനെ ബാധിക്കുന്ന പ്രശ്ന സ്ഥലമല്ല സെറിബെല്ലത്തിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭാഗം മാത്രം ഉണ്ടാവുന്ന ചില മരവിപ്പോ പെരുപ്പോ ബലക്കുറവോ അല്ലെങ്കിൽ നമുക്കതിനെ നംബ്നെസ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാം. സോ അത് കാഴ്ചയായിട്ട് ബന്ധമില്ല, സെറിബെല്ലവുമായിട്ട് ബന്ധമുള്ള ഭാഗങ്ങളാണ് സെറിബെല്ലം. സോ നംബ്നെസ്, ടിംഗ്ലിംഗ് അങ്ങനെയൊക്കെയുള്ള സംഭവം. ചിലരിൽ ഈ സമയത്ത് ഓക്കാനം, നൗസിയ, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാം. ദെൻ ഫോട്ടോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്തോട് പ്രതികരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ ഫോണോഫോബിയ ഈസ് അനദർ വൺ, ശബ്ദത്തോടായിരിക്കാം ബുദ്ധിമുട്ട്. ചില ആൾക്കാർക്ക് സ്മെല്ലിനോടായിരിക്കാം ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലരിൽ ഈ ഘട്ടമില്ലാതിരിക്കാം. അതാണ് നമ്മൾ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ ഏറ്റവും കൂടുതൽ ഇതാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു. സോ ഓറ ഇല്ലെങ്കിൽ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരിട്ട് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിലായിരിക്കും ചിലപ്പോൾ അത് സംഭവിക്കുക. ഓറ മീൻസ് വിഷ്വൽ, സൊമാറ്റോസെൻസറി ഓർ മോട്ടോർ, വെസ്റ്റിബുലാർ ചെവിയായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം, സെറിബ്രൽ ഓർ കോഗ്നിഷ്യൽ പ്രശ്നങ്ങൾ. ഇത്രയും പ്രശ്നങ്ങളാണ് ഓറയിൽ ഉണ്ടാവുക. അപ്പൊ ഇത് കഴിഞ്ഞു രോഗിക്ക് തലവേദന വരികയാണ്. അതാണ് മൂന്നാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് യഥാർത്ഥ മൈഗ്രെയിന്റെ മൈഗ്രെയിൻ അറ്റാക്ക് പീരീഡ് ആണ്. സമയത്താണ് മൈഗ്രെയിൻ തലവേദന രൂക്ഷമായിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു 4 to 72 അവേഴ്സ്, മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ് ആയിരിക്കാം ഇത് നമ്മൾ പറഞ്ഞു. സോ മിക്കവാറും തലയുടെ ഒരു വശത്തായിരിക്കും. ഒരു വശത്ത് ത്രോബിംഗ് ഓർ ഡ്രില്ലിംഗ് ഓർ പൾസറ്റൈൽ ഹെഡേക്ക്, നിരന്തര കഠിനമായ തലവേദനയാണ്. സോ അതിനൊപ്പം നൗസിയ ഉണ്ടാകാം, ഛർദിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ വൊമിറ്റിംഗ്, അല്ലെങ്കിൽ നൗസിയ മീൻസ് ഓക്കാനം, ഇത് വൊമിറ്റിംഗ് മീൻസ് ഛർദിൽ. ദെൻ തലചുറ്റൽ ഉണ്ടായിരിക്കാം, ഉറക്കക്കുറവ് ഉണ്ടായിരിക്കാം, അതിനൊപ്പം മൂക്കടപ്പ് ഉണ്ടായിരിക്കാം, ദെൻ ആങ്സൈറ്റി ഉണ്ടായിരിക്കാം, ദെൻ ഡിപ്രസ്ഡ് മൂഡ്, മിക്കവാറും ഡിപ്രസ്ഡ് മൂഡ് ഈസ് ഡിപ്രസ്ഡ് ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. സോ ഈ സമയത്ത് വെളിച്ചം, പ്രകാശം, ശബ്ദം, ചില സ്മെല്ലായിരിക്കാം ചില ആൾക്കാർ. സോ ഇതിനോടൊക്കെ കടുത്ത വിഷമതകൾ ഉണ്ടാകും. ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സമയത്ത് കഴുത്ത് വേദന ഉണ്ടായിരിക്കാം, കഴുത്ത് സ്റ്റിഫ്നെസ് എന്നിവയും ചിലപ്പോൾ ഉണ്ടായേക്കാം. ദെൻ മുഖത്ത് ഫ്ലഷിംഗ്, ചുമന്ന് തുടുത്തു വരിക. ദെൻ ഈ സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലോഡൈനയാണ്. അല്ലോഡൈന എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേദനയും അധികരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ടു പെയിൻ, മറ്റു വേദനകൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാവുന്ന ഒരവസ്ഥ. ഇതാണ് മൈഗ്രെയിനിയസ് അറ്റാക്കിന്റെ ആ അറ്റാക്ക് പീരീഡ് എന്ന് പറയുന്ന 4 to 72 മണിക്കൂർ. സോ ഇത് കഴിയുന്നതോടുകൂടി രോഗി 4ാമത്തെ ഫേസിലേക്ക് പോകുന്നു. അതിനെ നമ്മൾ പോസ്റ്റ് ഡ്രോമൽ ഫേസ് എന്നോ പറയാം. പോസ്റ്റ് ഡ്രോമൽ ഫേസ്. ഈ ഫേസിലെത്തുമ്പോൾ മറ്റേത് കുറച്ചും കൂടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. രോഗിക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഡിപ്രസ്ഡ് ആയിരിക്കാം, ഓർ സംടൈംസ് യൂഫോറിക് മൂഡിലായിരിക്കാം. ലാക്ക് ഓഫ് കോംപ്രിഹെൻഷൻ, ഒന്നിനെയും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഒരു പൂർണ്ണതോതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കണമെന്നില്ല. പെയിൻ, വേദന ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കാം. ഇതൊരു 24 to 48 അവേഴ്സ്, മണിക്കൂർ നേരം ഈ സ്റ്റേജിൽ രോഗി തുടരും. സോ ഇത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു അറ്റാക്ക് തീരുന്നു. ഒരു എപ്പിസോഡ് കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പിസോഡൽ എന്ന് ആദ്യമേ പറഞ്ഞു. ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും മിക്കവാറും വരിക. ചില ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓറ ഉണ്ടാവണമെന്നില്ല. ഇനി ഇങ്ങനെ മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ വർദ്ധിക്കാൻ പല ആൾക്കാർക്കും പലതാകും ട്രിഗേഴ്സ്. സോ അതിനെ നമുക്ക് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് വേദന, വിഷമത ഒക്കെ കുറയ്ക്കാൻ പറ്റും. സോ ഏതാണ് ആദ്യത്തെ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇമോഷണൽ സ്ട്രെസ് ആണ്. ഇമോഷണൽ സ്ട്രെസ് ആണ് ഏറ്റവും പ്രധാനം. 75 to 80% മൈഗ്രെയിൻ അറ്റാക്ക് വർദ്ധിപ്പിക്കുന്നത് ഇമോഷണൽ സ്ട്രെസ് ആണ്. രണ്ടാമത്തത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. ആർക്കാണ്? ഫീമെയിൽ. സ്ത്രീകളിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ആണ് ഒരു 60 to 65% ആൾക്കാരിൽ ഇത് ഉണ്ടാകാൻ കാരണം, ട്രിഗറിംഗ് ഫാക്ടർ. സോ സ്ത്രീകളിലാണ് മൈഗ്രെയിൻ കൂടുതൽ നമുക്കറിയാം. പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി ചാൻസ് ആണ്, 3 times more ഈസ് ഇൻ ഫീമെയിൽസ്. ആൻഡ് പ്രായപൂർത്തിയായി മെനോപോസ് വരെയുള്ള കാലഘട്ടം വരെ അവർക്ക് ഈ റിസ്ക് കൂടുതലാണ്. മെനോപോസിന് ശേഷം ഇത് താഴത്തേക്ക് കുറയും. മെനോപോസിന് മുമ്പ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിൽ ഒരേപോലെയുള്ള റിസ്ക് തന്നെയാണ്. ദെൻ മൂന്നാമത്തെ ഫാക്ടർ ഈ
ഈസ് രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ട്രിഗർ. ഏകദേശം 55-57% ഇതായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. ദെൻ നാലാമത്തെ ട്രിഗർ എന്ന് പറയുന്നത് വെതർ ആണ്. വെതർ മീൻസ് കാലാവസ്ഥ തന്നെയാണ്. 50% കാലാവസ്ഥ ഡിപ്പെൻഡന്റ് ആണ്. ചൂടുകാലത്ത് പ്രശ്നം കൂടുതലാണ്. വെയിലടിക്കുമ്പോൾ മൈഗ്രെയിൻ വർദ്ധിപ്പിക്കാം. സോ വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം, നന്നായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിന്റെ ജലാംശം കൃത്യമായി നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗർ എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്, ഉറക്ക തടസ്സം. കൃത്യസമയത്ത് കിടക്കുക, ഉറങ്ങുക, എഴുന്നേൽക്കുക, ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ഈ ട്രിഗറിങ് നമുക്ക് കുറയ്ക്കാനായിട്ട്. ആറാമത്തെ ട്രിഗർ എന്ന് പറയുന്നത് കഴുത്ത് വേദനയാണ്, നെക്ക് പെയിൻ. കഴുത്ത് വേദനയാണ് കൂടുതൽ. ഇതുള്ള ആൾക്കാരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടും. ഏഴാമത്തേത് ലൈറ്റ് ആണ്, വെളിച്ചമാണ് പല ആൾക്കാർക്കും പ്രശ്നം. തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ വെളിച്ചവും സൗണ്ടും ഒക്കെ വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ. സോ അപ്പോൾ വെളിച്ചവും സൗണ്ടൊക്കെ കുറഞ്ഞ റൂമിൽ, നല്ല എന്താ പറയാ, കാറ്റ് ഒക്കെ ഉള്ള റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ദെൻ എട്ടാമത്തത് ആൽക്കഹോൾ ഓർ സ്മോക്കിംഗ്. ആൽക്കഹോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ ആണ്. ഒമ്പതാമത്തെ സ്മോക്കിംഗ്, പുകവലി ഒരു വലിയൊരു ട്രിഗർ ആണ്. ദെൻ പത്താമത്തെ ചൂട്, ഹീറ്റ്. ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞതാണ്. ചൂട്, വിയർക്കൽ തുടങ്ങിയ തലവേദന ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ദെൻ അടുത്തത് ഫുഡാണ്. ഫുഡ്, ചില ആൾക്കാരിൽ ചില ഫുഡായിരിക്കും ഏറ്റവും വലിയ ട്രിഗർ. ഉദാഹരണം ചീസ്, ബട്ടർ, ചോക്ലേറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പൊ ചൈനീസ് ഫുഡ്, അതിനകത്തൊക്കെ ഉള്ള അജിനോമോട്ടോനാണ് നമ്മൾ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയാം. സോ ഇതൊക്കെ അടങ്ങിയ ഫുഡ് പല ആൾക്കാർക്കും പ്രശ്നമാണ്. സോ ഇതൊക്കെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വന്തം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറയ്ക്കാം. ദെൻ കോഫി ചാൻസ് കൂടുതലാണ്. ചില ആൾക്കാർ ഡെയിലി ഒരു പ്രത്യേക സമയത്ത് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഈ ചായ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ചായയേക്കാൾ കൂടുതൽ കോഫിയിലാണ് കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം കഫീൻ കൂടുതൽ കോഫിയിലാണെന്ന് പറയാം. ദെൻ എക്സസൈസ് ആണ് അടുത്ത പ്രശ്നം. എക്സസൈസ് ഡെയിലി കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതല്ലാണ്, പക്ഷെ ചില ആൾക്കാരിൽ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ട്രിഗറിംഗ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ ടു സേ ഈസ് സെക്ഷുവൽ ആക്ടിവിറ്റി. ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ 5%. എക്സസൈസ് ഒരു 22-28% വരെ ഉണ്ട്. സോ ഇതും ചില ആൾക്കാരിൽ ട്രിഗർ ആണ്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രെയിൻ. സോ ഈ ട്രിഗറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ സ്ട്രെസ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ഒഴിവാകും. മൈഗ്രെയിൻ അറ്റാക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് ഇനി ഉത്തരം പറയേണ്ട ചോദ്യം. സോ നേരത്തെ ഉള്ള തിയറി നമ്മൾ വിളിക്കുക വാസ്കുലാർ തിയറി എന്നാണ്. വാസ്കുലാർ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ. അതാണ് തലച്ചോറിനകത്തെ ബ്ലഡ് വെസൽ ആദ്യം ചുരുങ്ങുന്നു, കൺസ്ട്രിക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാം. ഇതാണ് ഓറ ഉണ്ടാക്കുന്നത്. സോ ഓറ ഉണ്ടാക്കാൻ കാരണം തലച്ചോറിനകത്തെ ബ്ലഡ് വെസൽ ചുരുങ്ങുന്നതാണ്. ദെൻ ബ്ലഡ് വെസൽസ്, തലച്ചോറിന് പുറത്തുള്ള ബ്ലഡ് വെസൽസ് അത് ഡയലേറ്റ് ചെയ്യും. സോ ഡയലേറ്റ് ചെയ്യുമ്പോൾ, ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവും. സോ പെയിൻ ഓർ മൈഗ്രെയിന്റെ പെയിൻ ഉണ്ടാകുന്നത് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇതാണ് പഴയ തിയറി, വാസ്കുലാർ തിയറി. പക്ഷെ ഈ തിയറി നമുക്ക് ഇപ്പോൾ അക്സെപ്റ്റബിൾ അല്ല, അൺഅക്സെപ്റ്റബിൾ ആണ്. സോ എങ്കിലും പല മരുന്നുകളും ഈ ബ്ലഡ് വെസൽസിന് ചുരുക്കിയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുക. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് MRI ഉണ്ട്, FMRI ഉണ്ട്, PT സ്കാനിങ് മുതലായ അതിന്റെയൊക്കെ സഹായത്തോടുകൂടി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചില ട്രിഗേഴ്സ്, നമ്മൾ ഓൾറെഡി ആ ട്രിഗേഴ്സ് പറഞ്ഞു, ചില ട്രിഗേഴ്സ് ചിലതരം ഇവന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ന്യൂറൽ ഇവന്റ്സ് ഓർ ന്യൂറോളജിക്കൽ ഇവന്റ്സ് ഉണ്ടാക്കുന്നു. രണ്ട്, ദേ ക്യാൻ മേക്ക് സം വാസ്കുലാർ. സോ സം ന്യൂറോളജിക്കൽ ആൻഡ് വാസ്കുലാർ ഇവന്റ്സ് ഉണ്ടാക്കുന്നു. ബ്രെയിനിലും രക്തക്കുഴലിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സോ അപ്പൊ നമുക്കവയെ ന്യൂറോ വാസ്കുലാർ തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഞാനിത് വളരെ ലഘുവായിട്ട്, ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടൊന്ന് പറയാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം തലച്ചോറിലെ കോട്ടക്സ്, നമ്മൾ ബ്രെയിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്, ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ നമുക്ക് എങ്ങനെയാണ് ബ്രെയിൻ. സോ തലച്ചോറിലെ കോട്ടക്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിന്റെ ആ മുകൾ ഭാഗം ആണ് കോട്ടക്സ് എന്ന് പറയാം. തലച്ചോറിന്റെ കോട്ടക്സിൽ ഇവിടെ ഒരു വേവ് ഓഫ് ന്യൂറോണൽ എക്സൈറ്റേഷൻ ഓർ വേവ് ഓഫ് ന്യൂറോണൽ ഡീപോളറൈസേഷൻ. സോ ഒരു ന്യൂറോണൽ ഡീപോളറൈസേഷന്റെ വേവ് ഉണ്ടാകുന്നു. ആൻഡ് ഈ വേവിനെ നമ്മൾ വിളിക്കുക കോർട്ടിക്കൽ സ്പ്രെഡിങ് ഡിപ്രഷൻ എന്നാണ്. കോർട്ടിക്കൽ സ്പ്രെഡിങ് ഡിപ്രഷൻ ഓർ CSD എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. സോ ഇതൊരു 15 to 30 മിനിറ്റ്. സോ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു 15 to 30 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നു കരുതാം. സോ ഈ കാലഘട്ടമാണ് ഓറ പീരീഡ്. ഇപ്പോഴാണ് ഓറ ഉണ്ടാവുക. സോ പ്രധാനമായിട്ടും ബ്രെയിന്റെ പിറകിൽ എന്ന് വെച്ചാൽ ഇതാണ്, ഇത് മുൻവശമാണ്, ഇത് കണ്ണിരിക്കുന്ന ഭാഗമാണെങ്കിൽ ഇത് പുറകുവശമാണ്. സോ ഈ ഭാഗത്താണ് എന്തുള്ളത്, ഏരിയ നമ്പർ 17, 18, 19 ഒക്കെ ഉള്ള കണ്ണിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം ബ്രെയിന്റെ ഇവിടെയാണ്. സോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഈ ഭാഗത്താണ്. സോ അതുകൊണ്ടാണ് പ്രകാശവുമായി
ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വിഷ്വൽ സിന്റിലേഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിയുമ്പോൾ വിഷ്വൽ ബ്ലാക്ക് ഔട്ട് വരും. ചിലപ്പോൾ ഇതുണ്ടാവുക ഇവിടെ ആയിരിക്കും, സെറിബെല്ലത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മസ്കുലോസ്കെലിറ്റൽ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിറയലോ അല്ലെങ്കിൽ വീക്കം, മസിലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടാകുമ്പോഴാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സൊമാറ്റിക് സെൻസറി ഏരിയയിലായിരിക്കാം, അപ്പോൾ സ്മെല്ലിന്റെ ആണെങ്കിൽ അതുകൊണ്ടാണ് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഓറ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഇത് തീരുമ്പോഴത്തേക്കും ഒരു വിഷ്വൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കും. സോ ഇവിടെ ആണെങ്കിൽ പതിയെ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നു, അത് തീരുമ്പോഴത്തേക്കും ഒരു വിഷ്വൽ ബ്ലാക്ക് ഔട്ട് പല ആൾക്കാരിലും ഉണ്ടാക്കാം. സോ ഇത് മൂലം അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ച് ചില ബ്രെയിനിലെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി റിലീസ്ഡ്. അവിടെ നിന്ന് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യാം. നോറഡ്രിനാലിനാകാം, 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ പോലെയുള്ള 5-HT നമ്മൾ സിറോട്ടോണിൻ എന്നും വിളിക്കും. സോ ഇത്രയും ഭാഗം ബ്രെയിനിന്റെ കോർട്ടക്സിന്റെ ഡിപ്രസ്ഡ് ആവുന്നു. സോ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത്രയും ഭാഗം ബ്രെയിനിന്റെ ഭാഗം ഡിപ്രസ്ഡ് ആകും. സോ ന്യൂറോണൽ സെൽസ് ആർ എക്സോസ്റ്റഡ്, ഈ ഭാഗത്തെ സെല്ലുകൾ എക്സോസ്റ്റഡ് ആവുന്നു. സോ ഇതാണ് ഓറ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ കാഴ്ചപ്പാട്. ഇനിയപ്പോ വേദനയെ പറ്റിയാണ് നമുക്ക് പറയുന്നത്. സോ ഈ കോർട്ടിക്കൽ സ്പ്രെഡിംഗ് ഡിപ്രഷൻ ഓർ CSD ഇത് ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു, ഇൻഫ്ലമേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ CSD ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി ഏകദേശം ഇവിടെ ട്രൈജെമിനൽ നെർവ് നമുക്കറിയാം, ക്രേനിയൽ നെർവ് നമ്പർ 5 ആണ്. മുഖത്തും, ഇത് മുഖമാണെങ്കിൽ ആളുടെ മുഖം ഭാഗമാണെങ്കിൽ ഫേസിലും മുഖത്തും ചെവിയുടെ ഭാഗത്തും കഴുത്തിലും ഇത്രയും കുറെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. സോ ഇവിടെയൊക്കെ കൊടുക്കുന്ന നെർവാണ്. സോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുക ആക്ടിവേഷൻ ഓഫ് ട്രൈജെമിനോ വാസ്കുലാർ സിസ്റ്റം. ട്രൈജെമിനൽ ആൻഡ് വാസ്കുലാർ സിസ്റ്റത്തെയാണ് ആക്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇൻ ടേൺ റിലീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. അത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആകാം, നൈട്രിക് ഓക്സൈഡ് ആകാം. 1. 2 ഏറ്റവും the most important one is CGRP ആണ്. CGRP means calcitonin gene related peptide. So calcitonin gene related peptide ആകാം, അല്ലെങ്കിൽ other peptides like substance P ആകാം, അല്ലെങ്കിൽ vaso active intestinal peptide പോലെയുള്ള മറ്റ് പെപ്റ്റൈഡ് ആകാം. എങ്കിലും ഈ പെപ്റ്റൈഡ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഏറ്റവും മൈഗ്രെയിൻ സമയത്ത് ഈ പെപ്റ്റൈഡിന്റെ എമൗണ്ട് വളരെയായിട്ട് കൂടുന്നതായിട്ട് കാണാം. ദെൻ ഇത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും this can cause neuroinflammation and this can cause activation of mast cell. So mast cells ഡീഗ്രാനുലേറ്റ് ചെയ്തു. മാസ്റ്റ് സെൽസിൽ നമുക്കറിയാം ഒരുപാടുള്ള ഹിസ്റ്റമിൻ ഉണ്ട്. ദെൻ 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നു. സോ ദിസ് റിലീസ്, സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആണ് ഈ നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ദിസ് കോസസ്, അതുകൊണ്ടാണ് മുഖത്ത് സൈനസ് അങ്ങനെയൊക്കെയുള്ള പല ഭാഗത്തും വേദന വരുന്ന ഇതുകൊണ്ടാണ്. ബിക്കോസ് ദിസ് ട്രൈജെമിനൽ നെർവിനെയാണ് ഇത് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ നമുക്കിപ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ CGRP, കാരണം മരുന്നുകളെല്ലാം ഇവിടേക്കാണ് ആക്ട് ചെയ്യുക. ആൻഡ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ. ഈ 3ലുമാണ് മരുന്നുകൾ, നമ്മൾ പറയാൻ പോകുന്ന മരുന്നുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട മരുന്നുകളെല്ലാം ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഈ CSD അല്ലെങ്കിൽ കോർട്ടിക്കൽ സ്പ്രെഡിംഗ് ഡിപ്രഷൻ ഇത് സെൻട്രൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇത് ബ്രെയിനിനെ മൊത്തം സെൻട്രൽ സെൻസിറ്റൈസേഷൻ ഉണ്ടാക്കും. ഈ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പെരിഫറൽ സെൻസിറ്റൈസേഷൻ ഉണ്ടാക്കും. സോ ബ്രെയിൻ ഹാസ് നൗ ന്യൂറോജനിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിലാണെന്ന് പറയാം. സോ ബ്രെയിൻ ഇപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിലാണ് ബ്രെയിൻ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. പണ്ട് സെൻസിറ്റൈസ് ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വലിയ വേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുക. ബിക്കോസ് ഓഫ് സെൻസിറ്റൈസേഷൻ ഓർ അല്ലോഡൈനിയ. പെയിൻ ഇന്റൻസിഫിക്കേഷൻ ഉണ്ടാകും. നോർമൽ പെയിൻ സിഗ്നൽസ് പ്രോസസിംഗ് ബിക്കും അബ്നോർമൽ. സാധാരണ വരുന്ന പെയിൻ സെൻസേഷൻ ഒക്കെ ഇപ്പൊ അബ്നോർമൽ ആണ്. നോർമൽ ഇൻപുട്സ് പോലും പെയിൻഫുൾ സ്റ്റിമുലസ് കാരണമാകാൻ ബിക്കോസ് ഓഫ് ദിസ് അബ്നോർമൽ സെൻസിറ്റൈസേഷൻ ആണ് കാരണം. ഉദാഹരണം നമ്മളൊന്ന് ചുമക്കാന്ന് വരിക, കഫിംഗ് അല്ലെങ്കിൽ ബെൻഡിങ്, സഡൻ ഹെഡ് മൂവ്മെന്റ് ഒക്കെ ഭയങ്കര വേദന, വലിയ വേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുക. ദെൻ ഇവിടെ നിന്ന് ഇവിടെ മെഡിലുള്ള ഏരിയ പോസ്ട്രീം അല്ലെങ്കിൽ CT സെറ്റിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നൗസിയ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാം. ദെൻ ഇവിടെ ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിനിലെ ഹൈപ്പോതലാമസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഫോണോഫോബിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സെർവിക്കൽ ട്രൈജെമിനൽ സിസ്റ്റത്തെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മസിൽ സ്പാസം പോലെയുള്ള മൈഗ്രെയിൻ പോലുള്ള കഠിന വേദനയായിട്ടായിരിക്കും അനുഭവപ്പെടും. സോ ഈ സമയത്തെല്ലാം നമ്മുടെ ബ്ലഡ് വെസൽസ് ആർ നൗ ഡയലേറ്റഡ് അവസ്ഥയിലായിരിക്കും ഇരിക്കുക. സോ ഇതിനപ്പോൾ നമുക്ക് വാസ്കുലാർ തിയറിയുമായിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലബ് ചെയ്യാനും പറ്റും. സോ ഇതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിന്റെ ഒരു ഏകദേശ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഇനി ഫെമിലിയൽ ഹെമിപ്ലീജിക് മൈഗ്രെയിൻ, അതിന്റെ തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2, ടൈപ്പ് 3 ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ടൈപ്പ് 1 ഈസ് ബിക്കോസ് ഓഫ് കാൽഷ്യം ചാനലിലുള്ള ഡിഫക്റ്റ് ആണ്. ടൈപ്പ് 2 ഉണ്ടാവുന്നത് സോഡിയം പൊട്ടാസ്യം ATPase ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. ടൈപ്പ് 3 ഉണ്ടാകുന്ന വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. സോ ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. ദെൻ പിന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രീമെൻസ്ട്രൽ, പ്യുവർ മെൻസ്ട്രൽ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാത്തരം മൈഗ്രെയിൻ ഒന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ
പ്രധാനമായിട്ടും കോമൺ ആയിട്ടുള്ള മൈഗ്രെയിൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. സോ ഇനി നമുക്ക് മരുന്നുകളെ കുറിച്ച് അറിയണം. സോ അപ്പോൾ ഇനി നമുക്ക് മരുന്നുകൾ നോക്കാം. ഏറ്റവും പ്രധാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 3 ന്യൂറോ ട്രാൻസ്മിറ്റർ കാര്യമാണ് പറഞ്ഞത്. പ്രോസ്റ്റാഗ്ലാൻഡിൻ പറഞ്ഞു, CGRP പറഞ്ഞു, 5-HT പറഞ്ഞു. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം. സോ മരുന്നുകൾ നമുക്ക് ട്രീറ്റ്മെന്റ് ഒപ്പം പറയാം. മൈഗ്രെയിൻ നമുക്ക് അക്യൂട്ട് മൈഗ്രെയിൻ എന്നും നമുക്ക് ക്രോണിക് മൈഗ്രെയിൻ എന്നും രണ്ടാക്കി അതിന് തിരിക്കാം. സോ അക്യൂട്ട് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യാല്ലേ. ഇപ്പൊ വേദന അല്ലെങ്കിൽ നിൽക്കുകയാണ്, വേദന ഉള്ള സമയത്ത് അത് കുറയ്ക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷേ ക്രോണിക് ആണെങ്കിൽ വേദന ഉള്ള രോഗിയാണ്, അദ്ദേഹത്തിന് ഇനി വരാതിരിക്കുക. സോ അത് നമുക്ക് പ്രൊഫൈലാക്സിസ് ആണ് ഇവിടെ നമ്മുടെ ലക്ഷ്യം. സോ ഫ്രീക്വന്റ് അറ്റാക്സ് ഉള്ളതാണ് ക്രോണിക് എന്ന് പറയും. സോ അക്യൂട്ടിന് തന്നെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ എന്ന് തിരിക്കാം. അപ്പൊ മൈൽഡ് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ ലെസ് ദാൻ 1 അറ്റാക്ക് പെർ മന്ത്, ഒരു മാസത്തിൽ ഒരു എപ്പിസോഡ് ഉള്ളൂ, അതിൽ താഴെയാണ്, അതും 8 മണിക്കൂറിൽ താഴെയാണ്, 8 അവേഴ്സിൽ താഴെ മാത്രമാണ്. നമുക്ക് സഹിക്കാവുന്നതാണ്, ബിയറബിൾ ആണെങ്കിൽ. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഈസ് NSAIDs ആണ്. NSAIDs എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന വേദനാ സംഹാരികൾ, സ്റ്റിറോയിഡൽ ഡ്രഗുകൾ അല്ലാത്ത വേദനാ സംഹാരികളാണ്. സോ ഒറ്റയ്ക്കോ കോമ്പിനേഷനോ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വേദനാ സംഹാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ പാരാസെറ്റമോൾ, പനിക്ക് കൊടുക്കുന്ന പാരാസെറ്റമോൾ ആണ് നമ്പർ 1. ആസ്പിരിൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നാപ്രോക്സൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാം. ദെൻ ബ്രൂഫൻ ഓർ അതിന്റെ കറക്റ്റ് പേര് ഐബുപ്രോഫൻ ഓർ റിലേറ്റഡ് ഡ്രഗ്, ഡൈക്ലോഫെനാക്, വോൾട്ടാരൻ, വോവറാൻ എന്നൊക്കെ പറയുന്ന ജെല്ലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. സോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ. ദെൻ ഇതിന്റെ തന്നെ പല കോമ്പിനേഷൻ, പാരസെറ്റമോൾ, ആസ്പിരിൻ പ്ലസ് കഫീൻ ഉണ്ട്. ആസ്പിരിൻ പ്ലസ് മെറ്റോക്ലോപ്രമൈഡ് എന്ന് വെച്ചാൽ ഛർദിലിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ്, അത് നമുക്ക് ഉപയോഗിക്കാം. ദെൻ നാപ്രോക്സൻ പ്ലസ് ട്രിപ്റ്റാൻ അവൈലബിൾ ആണ്. ട്രിപ്റ്റാൻ എന്താണെന്ന് നമ്മൾ പറയും. ദെൻ വേറൊരു ഡ്രഗ് എന്നൊക്കെ പറയുന്നത് പാരസെറ്റമോൾ പ്ലസ് ഡൈക്ലോറോഫെനസോൺ പ്ലസ് ഐസോമെത്ത് ഹെപ്റ്റെയിൻ പോലെയുള്ള മരുന്നുകൾ. സോ ഇതൊക്കെയാണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഈസ് NSAIDs. സോ മൈൽഡ് കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് NSAIDs മതി. ഗർഭിണികളിലാണെങ്കിലും പ്രഗ്നൻസി കേസ് ആണെങ്കിലും നമ്മൾ സാധാരണ NSAIDs ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് NSAID. സോ ഇൻ മൈൽഡ് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് NSAIDs. ഗർഭിണികളിൽ സാധാരണ മൈഗ്രെയിൻ കുറവായിരിക്കും കേട്ടോ, ഗർഭകാലത്ത് കുറവായിരിക്കും. ദെൻ ഈ മരുന്നുകൾ ഇൻഫ്ലമേഷനെ തടയുന്നതാണ്. സോ പ്രോസ്റ്റാഗ്ലാൻഡിനെ തടയും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ തടയും. ഇനി രണ്ടാമത്തെ കേസ് മൈൽഡ് അല്ല, മോഡറേറ്റ്. മോഡറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം അറ്റാക്സ് ഉണ്ടാകുന്നു, ഒരു മാസത്തിൽ 1+ ഓർ മോർ അറ്റാക്ക് ആൻഡ് അപ് ടു 24 hours, 24 മണിക്കൂർ നേരം ആള് ഫങ്ഷണലി ഇംപയർഡ് ആണ്, ജോലിക്കോ പണിക്കോ ഒക്കെ പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയുണ്ട്. മൂന്നാമത്തത് സിവിയർ അറ്റാക്ക് ആണ്. സിവിയർ എന്ന് വെച്ചാൽ 2 to 3 തവണ ഒരു മാസം അറ്റാക്ക്, പെർ മന്ത് അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സിവിയർ ആയിട്ട് കണക്കാക്കാം. രോഗി ബെഡ് റിഡൻ ആണ്, ഇൻകപ്പാസിറ്റേറ്റഡ് ആണ് ആൻഡ് മോർ ദാൻ 48 hours, 48 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് NSAIDs പോരാ. സോ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട മരുന്നാണ് ട്രിപ്റ്റാൻസ് എന്നാണ്. എല്ലാ മരുന്നിന്റെയും പേര് ട്രിപ്റ്റാൻ എന്ന വാക്കിലായിരിക്കും അവസാനിക്കുക, അതുകൊണ്ട് ഇവയെ ട്രിപ്റ്റാൻസ് എന്നാണ് വിളിക്കുക. മരുന്നുകൾ പ്രവർത്തിക്കുന്ന രീതി സിറോട്ടോണിൻ ഓർ 5-HT ആക്ട് ചെയ്യുക. 5-HT ഓർത്തിരിക്കുക. 1D അഗോണിസ്റ്റ് ആണ്, അഗോണിസ്റ്റ് മരുന്നുകളാണ് എന്ന് ഓർത്തിരിക്കുക. സോ 5-HT 1B 1D 5-HTയുടെ ആക്ഷൻ വർദ്ധിപ്പിക്കുന്ന തരം മരുന്നുകളാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ട്രിപ്റ്റാൻസ് അല്ലെങ്കിൽ മറ്റൊരു മരുന്ന് എർഗട്സ് എന്ന് പറയുന്ന മരുന്നും നമുക്ക് കൊടുക്കാം. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന് എല്ലാം ട്രിപ്റ്റാൻസ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡ്രഗ് ഗ്രൂപ്പ് ഇൻ മൈഗ്രെയിൻ ഈസ് ട്രിപ്റ്റാൻ. മൈഗ്രെയിൻ എന്ന് വെച്ചാൽ അക്യൂട്ട് അറ്റാക്ക് ആണ്, മൈഗ്രെയിൻ തടയാൻ വേണ്ടിയിട്ടല്ല. അക്യൂട്ട് അറ്റാക്ക്, ഒരു അറ്റാക്ക് തുടങ്ങിയാൽ ആദ്യമേ കയറി കഴിച്ചു കഴിഞ്ഞാൽ വേദന ഇല്ലാതെയാകുന്ന തരം മരുന്നുകളെയാണ് നമ്മൾ അക്യൂട്ട് അറ്റാക്കിന് ഉപയോഗിക്കുക എന്ന് പറയും. സോ ആദ്യത്തെ ട്രിപ്റ്റാൻ നമ്മൾ കണ്ടുപിടിച്ചത് സുമാട്രിപ്റ്റാൻ ആണ്. സുമ എഴുതുക, ട്രിപ്റ്റാനിന് T മാത്രം ഞാൻ എഴുതുള്ളൂ. ഇത് പല രീതിയിൽ കൊടുക്കാം. വായിലൂടെ കൊടുക്കാം, ഓറൽ കൊടുക്കാം, നാക്കിനടിയിൽ വെക്കാം, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കാം. TD പാച്ച് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നാണ് തോന്നുന്നത്. ദെൻ റെക്ടൽ മാർഗം കൊടുക്കുക. ഈ രീതിയിലൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ആള് ഛർദ്ദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലൊക്കെ ഉള്ള ഗുണകരമാണെന്ന് പറയുക. ദെൻ ഇത് ഗർഭിണികളിലും നമ്മൾ സുമാട്രിപ്റ്റാൻ ആണ് ഫസ്റ്റ് ചോയ്സ്. ഇത് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ വി വിൽ ഗോ ഫോർ, അല്ലെങ്കിൽ NSAID ആയിരിക്കും, വി വിൽ ഗോ ഫോർ സുമാട്രിപ്റ്റാൻ. ദെൻ രണ്ടാമത്തത് സോൾമി ആണ്. സോൾമി ട്രിപ്റ്റാൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇത് നേസൽ സ്പ്രേ ആയിട്ട് അവൈലബിൾ ആണ്, ഓറലായിട്ട് അവൈലബിൾ. ഇനി ഏറ്റവും വേഗത്തിൽ ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിസാട്രിപ്റ്റാൻ ആണ്. റിസാട്രിപ്റ്റാൻ ആണ് ദ ഫാസ്റ്റസ്റ്റ് വൺ. ഇനി ഏറ്റവും നല്ല റിസൾട്ട് നൽകുന്ന ഏതാണെന്ന് ചോദിച്ചാൽ എലിട്രിപ്റ്റാൻ എന്ന് പറയുന്ന മരുന്നാണ്. എലിട്രിപ്റ്റാൻ ദിസ് ബെസ്റ്റ് റിസൾട്ട് കൊടുക്കുന്നത്. ഇനി ഏറ്റവും പൊട്ടന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരാട്രിപ്റ്റാൻ ആണ്. നാരാട്രിപ്റ്റാൻ
ട്രിപ്റ്റാൻ ആണ് ഏറ്റവും മോസ്റ്റ് പൊട്ടന്റ് ട്രിപ്റ്റാൻ ആരാ? ട്രിപ്റ്റാൻ ആണ്. ദെൻ ഏറ്റവും കൂടുതൽ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ഫ്രോവാട്രിപ്റ്റാൻ എന്ന് പറയുന്ന മരുന്നാണ്. ഏറ്റവും ദീർഘനേരം. ഏറ്റവും സേഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽമിട്രിപ്റ്റാൻ ആണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും മരുന്ന്. സോ ഗർഭിണികൾ നമ്മൾ പറഞ്ഞു സുമാട്രിപ്റ്റാൻ ആണ് കൊടുക്കേണ്ടത്. സോ ഈ മരുന്നുകൾ എന്താ ചെയ്യുക? രക്തക്കൊഴലുകളെ ചുരുക്കുന്നു ബൈ ആക്ടിങ് ഓൺ 5T1B1D അഗോണിസം. ഓക്കെ, സോ രക്തക്കൊഴലുകളെ ചുരുക്കുന്ന പണിയാണ് ചെയ്യുക. ഇനി ട്രിപ്റ്റാൻസ് ഏതെങ്കിലും കാരണവശാൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എർഗട്സ് ഗ്രൂപ്പ് മരുന്നുകൾ. എർഗട്ടിൽ തന്നെ പലതരം എർഗട്ടുകളുണ്ട്. അതിൽ അമിനോ ആസിഡ് സ്ട്രക്ചർ ഉള്ള എർഗട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എർഗോട്ടമിൻ എന്ന് പറയുന്ന മരുന്ന്. എർഗോട്ടമിൻ ഓറൽ ഇത് തന്നെയാണ് ആക്ഷൻ 5T1B1D അഗോണിസ്റ്റ് തന്നെയാണ്. ദെൻ ഡൈഹൈഡ്രോ എർഗോട്ടമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. DHC ഡൈഹൈഡ്രോ എർഗോട്ടമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആക്ഷൻ ആൽഫ ബ്ലോക്കർ ആണ്. ദിസ് ഈസ് ആൽഫ ബ്ലോക്കിംഗ് മെക്കാനിസം ആണ്. ഇത് നെയ്സൽ ആയിട്ട് കൊടുക്കാം, ഇൻട്രാ നെയ്സൽ ആയിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്ന്. ദെൻ വേറെ മരുന്ന് കീറ്റാൻസറിനാണ്. അതും 5T2ൽ ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് കീറ്റാൻസറിൻ. സോ ട്രിപ്റ്റാനും എർഗട്സും ഈ രണ്ട് മരുന്ന് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി 24 മണിക്കൂർ ഗ്യാപ്പിലേ കൊടുക്കാവുള്ളൂ. ഇതും കൊടുത്തേക്കാം എന്ന് വിചാരിക്കരുത്. വിത്തിൻ എ ഗ്യാപ്പ് ഓഫ് 24 hours ഗ്യാപ്പിൽ മാത്രമേ ഈ രണ്ട് മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ഫോർ D2 ബ്ലോക്ക്. D2 മീൻസ് ഡോപ്പമിൻ ബ്ലോക്കർ ആണ്. D2 ബ്ലോക്കർ ഇത് ഛർദിലൊക്കെ തടയാനായിട്ടുള്ള മരുന്നാണ്. ഇതുകൊണ്ട് ഛർദിലിന് വലിയ കാര്യമായിട്ടുള്ള എഫക്ട് ഇല്ല. സോ ഛർദിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തടയാനായിട്ട് നമുക്ക് മെറ്റോക്ലോപ്രൊമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഡോംപെരിഡോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ സ്റ്റെമറ്റിൽ ഓർ പ്രോക്ലോർപെരാസിൻ പോലെയുള്ള മരുന്നുകൾ. ഇതെല്ലാം ഛർദിലിനെതിരായിട്ടുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ഡോപ്പമിൻ D2 ബ്ലോക്കർ നമുക്ക് ക്ലോർപ്രോമാസിൻ പോലുള്ള മരുന്നുകളിലേക്കോ ഹാലോപെരിഡോൾ പോലെയുള്ള മരുന്നുകളിലേക്കോ അപൂർവമായിട്ട് നമുക്ക് പോകേണ്ടി വരും. എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വി ഹാവ് ടു ഗോ ഫോർ ഓപ്പിയോയിഡ്സ്. ഓപ്പിയോയിഡ്സിൽ നാക്കിനടിയിൽ വെക്കാവുന്ന പറഞ്ഞുകൊണ്ട് ബ്യൂട്ടോർഫെനോൾ. നാക്കിനടിയിലല്ല, ഇൻട്രാനെയ്സൽ മൂക്കിലൂടെ കൊടുക്കാവുന്നതാണ് ബ്യൂട്ടാർഫെനോൾ. ഇല്ലെങ്കിൽ നമുക്ക് മോർഫിൻ, പെത്തിഡിൻ പോലെയുള്ള ഡ്രഗുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോഴാണ് വേദന കുറയും, ഉറക്കവും കിട്ടും. അപ്പോൾ നമ്മൾ 4 പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ കണ്ടു. NSAIDs കണ്ടു. NSAIDs ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ ട്രിപ്റ്റാൻസ് നമ്മൾ പറഞ്ഞു. ദെൻ എർഗട്സ് നമ്മൾ പറഞ്ഞു. ഇത്രയും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്ന് പറഞ്ഞു. ഇതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഛർദിലിനെതിരായിട്ടുള്ള D2 ബ്ലോക്കേഴ്സ് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ദെൻ അതും പറ്റിയില്ലെങ്കിൽ ആണ് നമ്മൾ മോർഫിൻ പോലെയുള്ള. സോ ഇത് 4 ഒരു ഗ്രൂപ്പ് ഓഫ് പ്രധാനപ്പെട്ട മരുന്ന് അക്യൂട്ട് അറ്റാക്കിന് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ അടുത്തത് ക്രോണിക് ആണ്. ക്രോണിക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ക്രോണിക് എന്ന് വെച്ചാൽ ഹെഡ് ടേക്ക് ലാസ്റ്റിംഗ് ഫോർ മോർ ദാൻ 15 days a month. ഒരു മാസത്തിൽ 15 ദിവസവും ഹെഡ് ടേക്ക് ആണ് ആൾക്ക്. ആൻഡ് തുടർച്ചയായിട്ട് ഇങ്ങനെ 3 മാസത്തിൽ ഉണ്ടെങ്കിൽ ദിസ് പേഷ്യന്റ് ഈസ് കോൾഡ് ആസ് ക്രോണിക് മൈഗ്രെയിൻ പേഷ്യന്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ മരുന്നുകളല്ല. അത്യാവശ്യം ഈ വേദന ഉണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കണം, അതല്ല. നമുക്ക് തടയാൻ, ഇയാൾക്ക് ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് മരുന്ന് കൊടുക്കാന്ന് വെച്ചാൽ ഒന്ന് ബീറ്റാ ബ്ലോക്കേഴ്സ് നമ്മൾ പ്രത്യേകം വീഡിയോ കണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് പ്രൊപ്രാനലോൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് മെറ്റോപ്രലോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. ടിമലോൾ എന്ന് പറയുന്ന മരുന്ന്. സോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ് ഏറ്റവും നല്ല മരുന്ന്. വാസോ കൺസ്ട്രക്ടേഴ്സ് ആണ് ബീറ്റാ ബ്ലോക്കർ. വാസോ ഡയലേഷൻ ഉണ്ടെങ്കിൽ അത് തടയും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന് ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകളാണ്. എപ്പിലെപ്സിക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. വാൽപ്രോയിക് ആസിഡ് ആണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ ഡൈവാൽപ്രോയേക്സ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം. ദെൻ ടോപ്പിറാമേറ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ മരുന്നാണ്. വീഡിയോ സെപ്പറേറ്റ് കിടപ്പുണ്ട്. ഗാബാപെൻഡിൻ ആൻഡ് പ്രീഗാബാലിൻ എന്ന് പറയുന്ന മരുന്നുകൾക്കും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇതെല്ലാം ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകളാണ്. ഈ 2 ഗ്രൂപ്പും വളരെ നല്ല ഫലവത്തായിട്ടുള്ള മരുന്നുകളാണ്. ദെൻ മറ്റൊരു ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസും ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്നാണ്. മരുന്നിന്റെ പേര് അമിട്രിപ്റ്റിലിൻ ഓർ നോർട്രിപ്റ്റിലിൻ പോലെയുള്ള ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ SNRI അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചേക്കാം കേട്ടോ. ദെൻ ആന്റി സിറട്ടോണിൻ, കിറ്റാൻസറിൻ നമുക്ക് ഉപയോഗിക്കാം. ദെൻ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്. എല്ലാ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്ലൂനാരിസിൻ എന്ന് പറയുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക. വേണമെങ്കിൽ നമുക്ക് വെരാപാമിൽ പോലെയുള്ള മരുന്നും ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സോ ഈ
കൊടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ നമുക്ക് ക്രോണിക്കിന് വേണ്ടി തടയാനാണ്. സോ ദീസ് ആർ പ്രൊഫൈലാറ്റിക് ഡ്രഗ്. സോ ഈ പറഞ്ഞെല്ലാം അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇത് പ്രൊഫൈലാറ്റിക് മരുന്നുകളാണ്. ഇത് മിനിമം ഒരു 6 മാസം 6 months എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട്, മിനിമം ആണ് ഞാൻ പറഞ്ഞത്, 1 year വരെയൊക്കെ കഴിച്ചാൽ മാത്രമാണ് തുടർച്ചയായിട്ട്. ആൻഡ് നോ ഒരു എപ്പിസോഡ് ഫ്രീ ആയിട്ടുള്ള 1 വർഷമെങ്കിലും തുടർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. അല്ലാതെ മരുന്ന് തലവേദന വരുമ്പോഴത്തേക്കും കഴിക്കാനുള്ള മരുന്നല്ല ഇതെല്ലാം തുടർച്ചയായിട്ട് കഴിച്ചതിന് ശേഷം തലവേദന, മൈഗ്രെയിൻ അറ്റാക്സ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നിർത്താം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 5T തടയുന്ന മരുന്നുകൾ നമ്മൾ പറഞ്ഞു, NSAIDs പോലെയുള്ള മരുന്നുകൾ നമ്മൾ പറഞ്ഞു, മറ്റു മരുന്നുകൾ പറഞ്ഞു. പക്ഷെ നമ്മൾ പറയാത്തത് കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പെപ്റ്റൈഡ് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ നമ്മൾ പറഞ്ഞു. സോ 2018 പുതിയ ധാരാളം മരുന്നുകൾ മൈഗ്രെയിന് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഇൻഹിബിറ്റേഴ്സ് ഓഫ് CGRP ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇത് തന്നെ 2 തരത്തിലുള്ള മരുന്നുകളുണ്ട്. CGRPയെ നേരിട്ട് തടയുന്ന മോണോക്ലോണൽ ആന്റിബോഡീസ് MABs മരുന്നുകളുണ്ട്. അല്ലെങ്കിൽ അതിന്റെ CGRPയുടെ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് മരുന്നുകൾ. സോ 2 വിഭാഗം മരുന്നുകൾ CGRPയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡീസിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് എറെനു മാബ്. ഞാൻ ഇനി എഴുതില്ല, എല്ലാം മാബ് ആണ്. എറെനുമാബ് എന്ന് പറയുന്ന മരുന്നാണ്. 12 മാസം കുത്തിവെക്കണം, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്. അടുത്ത മരുന്ന് ഫ്രിമാനസുമാബ് എന്ന് പറയുന്ന മരുന്നും സബ്ക്യൂട്ടേനിയസ് മാസത്തിൽ ഒരിക്കൽ കുത്തിവെക്കുന്നതാണ്. ദെൻ ഗാൽകാനിസുമാബ് പുതിയത് മാസത്തിൽ കൊടുക്കുന്നതാണ്. ദെൻ ഇതെല്ലാം സബ്ക്യൂട്ടേനിയസ് ആണ് കുത്തിവെക്കുന്നത്. ദെൻ പുതിയൊരെണ്ണം വന്നിരിക്കുന്നത് എപ്റ്റിനെസുമാബ് എന്ന് പറയുന്നത് IV ആയിട്ടാണ് കൊടുക്കുന്നത്. രക്തത്തിലേക്ക് നേരിട്ട് ഇൻഫ്യൂഷൻ ആയിട്ട് 3 മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. സോ ഇതെല്ലാമാണ് മോണോക്ലോണൽ ആന്റിബോഡീസ്, പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളാണ്. മാസത്തിൽ കൊടുക്കുന്നതും 3 മാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്നതുമായിട്ടുള്ള മരുന്നുകളാണ്. രണ്ടാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞു റിസപ്റ്റർ ആന്റഗോണിസ്റ്റുകളാണ്. സ്മോൾ മോളിക്യൂൾസ് ആണ്. ഇവയുടെ എല്ലാത്തിന്റെയും പേര് അവസാനിക്കുന്നത് ജിപെൻസ് എന്നാണ് ഞാൻ ഇതിനെ ഓർക്കാനായിട്ട്. ജി അറിയാലോ, ഹിന്ദിയിൽ ജി എന്ന് വിളിക്കുന്ന ആരൊക്കെയാണ് നമുക്ക്. ജിയുടെ പാൻറ്. ഓക്കെ, ദീസ് ആർ സ്മോൾ മോളിക്യൂൾ ആന്റഗോണിസ്റ്റ് ഓർ CRGP റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ഓർ CRGP റിസപ്റ്റർ ബ്ലോക്ക്. ആദ്യം വന്നത് ഓൾസി കഴിഞ്ഞാൽ ജിപ്പാൻഡ് എന്ന് വായിക്കുക. ദെൻ ടെൽകാ ജിപ്പാൻഡ്. ഇത് രണ്ടും പക്ഷെ അങ്ങോട്ട് ക്ലിക്ക് ആയില്ല, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പുതുതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് റിമി ജിപ്പാൻഡ് എന്ന് പറയുന്ന മരുന്ന്. ഇത് പ്രിവെന്റീവിനും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അക്യൂട്ട് അറ്റാക്കിനും പ്രിവെന്റീവിനും ഉപയോഗിക്കാവുന്ന, 1 വർഷം നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. 8 ഗുളിക 75 മില്ലിഗ്രാമിന്റെ 8 ഗുളികയ്ക്ക് ഇന്ത്യയിൽ വില ഇപ്പോ 8000 രൂപയാണ്. പുതിയ മരുന്നാണ്, 8000. ഓക്കെ, നാക്കിനടിയിലാണ് വെക്കുക. സബ് ലിംഗ്വൽ മരുന്നാണ്. പിന്നെ ഉള്ള ഒരെണ്ണം ഉബ്രോ ജിപ്പാൻഡ് എന്ന് പറയുന്ന മരുന്ന് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഉള്ളതാണ്. സോ ഇതെല്ലാം തടയാനാണെങ്കിൽ, പക്ഷെ ഇത് ഉബ്രോ ജിപ്പാൻഡ് എന്ന് പറയുന്നത് അക്യൂട്ടിനുള്ള ഒരു മരുന്നാണ്. ദെൻ പുതിയൊരെണ്ണം കൂടി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ പേര് അറ്റോ ജിപ്പാൻഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി ഈ വിഭാഗത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ദെൻ സാവി ജിപ്പാൻഡ് എന്ന് പറയുന്ന ഇൻട്രാനേസൽ, മൂക്കിലൂടെ ഒഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. പുറത്തെത്തിക്കൊണ്ടിരിക്കുന്ന ട്രയൽസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ഈ വിഭാഗം മരുന്നുകളൊന്നും അമേരിക്കൻ ന്യൂറോളജിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ അമേരിക്കൻ അക്കാഡമി ഓഫ് ന്യൂറോളജിസ്റ്റ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അമേരിക്കൻ ഹെഡേക്ക് സൊസൈറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റികളൊക്കെ ഇവരൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന മരുന്നുകളാണ്. യൂറോപ്യൻ ഹെഡേക്ക് ഫെഡറേഷൻ. സോ ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ. അവരുടെയൊക്കെ ഗൈഡ് ലൈൻസിലൊന്നും വന്നിട്ടില്ല, പക്ഷെ അവർക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം. ഇനി പുതിയൊരു വേറൊരു മരുന്ന് കൂടി ഇറങ്ങിയിട്ടുണ്ട്. അക്യൂട്ട് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടാണ്. ഇവിടെ ഉപയോഗിക്കുന്നതല്ല, തടയാൻ വേണ്ടിയിട്ടല്ല. അക്യൂട്ട് ഇതെല്ലാം മിക്കവാറും തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതിൽ ഇതാണ് നമ്മൾ അക്യൂട്ടിന് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അക്യൂട്ടിന് ഉപയോഗിക്കാവുന്ന വേറൊരു മരുന്ന് കൂടി ഞാൻ പറയാം. അത് പുതിയൊരു മരുന്നാണ്. റൈവോവ് എന്നാണ് അതിന്റെ പേര്. 5HT1F അഗോണിസ്റ്റ് മരുന്നാണ്. പേര് ലാസ്മിഡിറ്റാൻ എന്നാണ് പറയാ. ലാസ്മിഡിറ്റാൻ എന്ന് പറയുന്ന മരുന്ന് 50 മില്ലിഗ്രാം 100 മില്ലിഗ്രാം 200 മില്ലിഗ്രാം ഒക്കെ ഓറലായിട്ട് ഗുളികയായിട്ട് അക്യൂട്ട് അറ്റാക്കിന് നമുക്ക് കഴിക്കാവുന്ന പുതിയൊരു മരുന്ന് കൂടിയാണ് ലാസ്മിഡിറ്റാൻ എന്ന് പറയുന്ന മരുന്ന്. ഇനി അമേരിക്കൻ ഹെഡേക്ക് സൊസൈറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ചെടി കൂടിയുണ്ട്. ചില പ്രകൃതി സ്നേഹികൾക്ക് ചെടി ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ എക്സ്ട്രാക്ട് ആണ്. ആ ചെടിയുടെ പേര് പെറ്റാസൈഡ്സ് എന്നാണ്.
പെറ്റാസൈഡ്സ്, അല്ലെങ്കിൽ അവയെ ബട്ടർബർ എന്നാണ് വിളിക്കുക. ബട്ടർബർ അത് ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് കഴിക്കാനായിട്ട് അപ്രൂവ്ഡ് ആണ്. അപ്രൂവ്ഡ് അല്ല, ഐ മീൻ റെക്കമെൻഡ് ചെയ്യാറുന്ന ഒരു മരുന്നാണ്. പെറ്റാസൈഡ്സ് ഹൈബ്രിഡിക്കസ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നാണ്, ചെടിയാണ്. സോ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആയിട്ട് ഇതിന് ഉപയോഗിക്കാവുന്ന മരുന്ന്. ഇനി മെൻസ്ട്രൽ റിലേറ്റഡ് ആണെങ്കിൽ ഇസ്ട്രാഡയോളും ആൻഡ്രോജനോ അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അത് കഴിക്കാം. സ്റ്റാനോസോലോൾ പോലെയുള്ള മരുന്നുകൾ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കാം. ദെൻ മറ്റ് ചികിത്സകൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ചികിത്സ ഉണ്ട്. ഓക്കെ, അതൊരു ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത് സിംഗിൾ പൾസ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, സ്പ്രിംഗ് എന്നൊക്കെയാണ് പറയാം, MS. സോ അങ്ങനെയുള്ള സ്റ്റിമുലേഷൻ മെത്തേഡുകളും ഇപ്പോൾ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള വിവരം എനിക്കില്ല. മരുന്നുകളെ കുറിച്ച് മാത്രമേ എനിക്കറിയൂ. ഓക്കെ, സോ ഇതെല്ലാമാണ് മറ്റ് ചികിത്സകൾ. സോ ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് നിർത്താം എന്ന് ഞാൻ വിചാരിച്ച്, കുറച്ചും കൂടി സമയം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ചികിത്സയിലുള്ള മരുന്നുകൾ. സോ ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിനെ പറ്റിയും അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.